ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. ദേവയാനി അങ്ങനെ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തൻ്റെ മനസ്സിലുള്ള രഹസ്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. തൻ്റെ മരുമകളെ തനിക്ക് വേണം, അവളെ പോയി കൊണ്ടുവാ ആദർശേ. ഇനി നീ എന്തിനാ കൊണ്ടുവരാതിരിക്കുന്നത്? അവളെ എനിക്ക് വേണം, നീ പോയി കൊണ്ടുവാ. നീ എന്തിനാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. നമ്മുടെ ദേവയാനി സത്യം മുഴുവൻ തുറന്നു പറഞ്ഞുവെങ്കിലും ആദർശ് കാരണം എന്താണ് നയനയെ പിരിയാനും നയനയെ വേണ്ടെന്ന് വെക്കാനും എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ കാരണം എന്താണെന്ന് നമ്മുടെ ദേവയാനിക്ക് അറിയത്തുമില്ല. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാനകിയെയും അനാമികയെയും പിന്നെ നമ്മുടെ ജലജയുമാണ്. ഭയങ്കര ആഘോഷമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൂക്കുറ്റി, പടക്കം, മത്താപ്പൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊട്ടിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പൊട്ടിച്ചേനെ അവര്. ഡിവോഴ്സ് ഒന്നും കൂടെ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ ജലജ വന്ന് പറയാ, ഓ ഇനിയിപ്പൊ പേടിക്കാനില്ലല്ലോ, ഡിവോഴ്സ് ചെയ്യാൻ പോവുക. എൻ്റെ ഈശ്വര, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കാരണമേ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് ആ നയന പോകാനല്ല, നവ്യ എൻ്റെ മകന്റെ തലയിൽ നിന്ന് പോകാൻ വേണ്ടി. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറയാ, അല്ല ജലജെ, നവ്യ അഭിയുടെ തലയിൽ നിന്ന് പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അവര് രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു, നയനയും ആദർശും. അതും ഇതുമായിട്ട് എന്താ ബന്ധമിരിക്കുന്നത്? അഭിക്കിപ്പം നവ്യോടുള്ള സ്നേഹം കൂടി കൂടി വരുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. മാത്രമല്ല, ഭാര്യനെ കാണാൻ പോവുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെക്കപ്പിന് പോവുകയും റെസ്റ്റോറൻറ്റിൽ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ബന്ധം കുറച്ചും കൂടെ ഡീപ്പായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നില്ല, പിന്നെ ആദർശിന്റെ നയനിയുടെയും ഡിവോഴ്സ് അത് പിന്നെ മുത്തച്ഛനും മുത്തശ്ശി, അതായത് അച്ഛനും അമ്മയും ഒന്നും പറയാത്തത് വേറൊന്നും കൊണ്ടുമല്ല. അവർക്കിടയിൽ വേറെ ബന്ധങ്ങളില്ലല്ലോ. വേർപിരിയണമെങ്കിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ അങ്ങനെയല്ല, നവ്യയും അഭിയും വേർപിരിയണമെങ്കിലേ അതിൻ്റെ ഇടയിലെ അഭിയുടെ ഒരു കുഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് ജാനകി ഇങ്ങനെ പറഞ്ഞപ്പം ജലജ പറഞ്ഞ, അയ്യടാ ഹാ അയ്യട ചിങ്കം കാപ്പണി എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ നമ്മുടെ ജലജ പറയാണ്, ആഹാ സമ്മതിക്കത്തില്ല ഞാൻ. ആദർശം നയനിയും പിരിഞ്ഞു കഴിഞ്ഞാല് ദേ എൻ്റെ മകനും മരുമകളും പിരിയണം. ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചത് അത് തന്നെയാ സംഭവിക്കേണ്ടത്. ആ പെണ്ണിന്റെ ഉണ്ടല്ലോ, മറ്റവളുടെ കുഞ്ഞിനെ എൻ്റെ മകന്റെ തലയെ കൊണ്ട് കെട്ടിവെക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. അത് എൻ്റെ മകന്റെ കുഞ്ഞാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? അത് പിന്നെ ദേ ജയിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ ജലജെ. നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അഭിയുടെ തന്നെയാണെന്ന് അഭിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്താ പ്രശ്നം? വേണ്ട ജാനകി, നീ ഇനി മിണ്ടരുത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ആദർശ നയനിയും പിരിഞ്ഞാല് ഉടനെ തന്നെ അഭിയും നവ്യയും പിരിയണം. അതാ വേണ്ടത്. അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാ. അല്ലാതെ ഇനിയിപ്പം വേറെ ബന്ധങ്ങളൊന്നും ആരും കൂട്ടി ഉറപ്പിക്കാനൊന്നും വരണ്ട. പിന്നെ ജാനകി, നീ ഒരു കാര്യം ചെയ്യ്. നീ നിന്റെ മകന്റെയും മരുമകളുടെയും കാര്യം നോക്ക്. അവര് രണ്ടുപേരെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാൻ നോക്ക്. അല്ലാതെ എൻ്റെ മരുമകളെയും മകനെയും കൂടി ഒന്നിപ്പിക്കാനുള്ള ശ്രമം നീ നോക്കണ്ട. അത് ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. ഞാൻ കാത്തിരുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അവളെ ഈ വീട്ടിൽ നിന്നും പടിയിറക്കി പിണ്ടം വെക്കുന്ന ദിവസം. ആ ദിവസത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം മോഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നോക്കിക്കോ. ഈ ജലജ പറയുന്നത് പോലെയും ജലജ മനസ്സിൽ വിചാരിക്കുന്നത് പോലെയും ആഗ്രഹിക്കുന്നത് പോലെയും ഒക്കെയാ കാര്യങ്ങൾ നടക്കാൻ പോകുന്നതെന്ന്. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയപ്പോ നമ്മുടെ ജാനകി അനാമികയോട് പറഞ്ഞു, അല്ല മോളെ, ഈ നയനയും ആദർശും തമ്മിൽ പിരിയുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ അവര് പിരിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മയും അവരെ സപ്പോർട്ട് അങ്ങനെ വേറൊന്നും പറയാത്തത് അവർക്കിടയിൽ ഒരു ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷേ മോളൊന്ന് ഓർത്തു നോക്കണം, ഈ നവ്യയും അഭിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന കാലം അത്രയും ആ കുഞ്ഞ് ജനിച്ചാലും അത് അഭിയുടെ കുഞ്ഞ് തന്നെയല്ലേ. പിന്നെ എങ്ങനെയാ ജലജ പറയുന്ന പോലെ ആ ബന്ധം പിരിയാൻ പറ്റുക? അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു, അത് പിന്നെ നവ്യയും ഈ വീട്ടിൽ നിന്ന് പോകുന്ന അമ്മേ നമുക്ക് നല്ലത്. അവളെന്തിനാ ഈ വീട്ടിൽ വലിഞ്ഞു കയറി കിടക്കുന്നത്? അവളിവിടെ കിടക്കേണ്ട ഒരു കാര്യമില്ല. അവളും കൂടി ഈ വീട്ടിൽ നിന്ന് പോട്ടെ. പിന്നെ ഈ നയനയും ഈ പറയുന്ന നവ്യൊന്നും അത്രയ്ക്ക് നല്ല സ്വഭാവത്തിൽപ്പെട്ടൊന്നും അല്ല. അപ്പച്ചി വെറുതെയാണ് പറഞ്ഞെങ്കിലും അതിലും കാര്യമുണ്ട്. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അഭിയേട്ടൻ ആണെന്ന് എന്താ ഇത്ര ഉറപ്പുള്ളത്? ഒരു ടെസ്റ്റ് നടത്തിയേ അറിയാം. ഈ DNA എടുത്താലേ മിക്കവാറും അത് വേറെ ആരുടെയെങ്കിലും കുഞ്ഞായിരിക്കും.
അതുപോലെയുള്ള കുടുംബമാണേ എന്നൊക്കെ നമ്മുടെ അനാമിക അങ്ങ് തട്ടിവിട്ടു. പക്ഷെ അനാമികയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പൊ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ദേവയാനീനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ദേവയാനി നമ്മുടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചെന്ന് പറയാണ്, ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു. എൻ്റെ മരുമകളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയ്ക്കും അത് എത്രത്തോളം മനസ്സിലായെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇനി എൻ്റെ മരുമകളില്ലാത്ത വീട്ടിൽ ഞാനും നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിനുള്ളിൽ അവളെ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഈ വീടിൻ്റെ പടിയിറങ്ങി ഞാൻ പോകും. എൻ്റെ മരുമകൾ മാത്രമല്ല അവളെന്ന് നിങ്ങൾക്കറിയാലോ. എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു തന്ന ദൈവമാണ്. എൻ്റെ ദൈവത്തെ ഇവിടെ പ്രതിഷ്ഠിക്കാതെ ഒരിക്കലും എനിക്ക് ഈ തറവാട്ടിൽ, ഈ അനന്തപുരി തറവാട്ടിൽ എനിക്കിനി ഒരു ജീവിതമില്ല. ആ കണ്ണുനീര് എൻ്റെ മകൻ കാണുന്നില്ലെങ്കിലും വേണ്ട. എൻ്റെ മകന് ഇപ്പോൾ അവൻ്റെ വാശിയും വൈരാഗ്യവും ഒക്കെ ആണല്ലോ വലുത്. അവന് അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഞാൻ അന്നും ഇന്നും എന്നും എപ്പോഴും ന്യായത്തിൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ എനിക്ക് നയനെ ഇഷ്ടമല്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അതിന് കാരണമുണ്ട്. കാരണം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാ എൻ്റെ മകൻ്റെ വിവാഹം. ആ ഒരു വിവാഹത്തിൽ മുഖം മറച്ച് കള്ളത്തരം പറഞ്ഞ് അവള് എൻ്റെ മകനെ വിവാഹം കഴിച്ചു. അപ്പം എനിക്ക് ഭയങ്കരമധികം ദേഷ്യമായി. അത് കഴിഞ്ഞ് എൻ്റെ കണ്ണുകൾ അടച്ച ഞാൻ ഇതിലെ നടന്നത്. ആ ഒരു ദേഷ്യത്തിൽ അവളോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടും പെരുമാറിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ വെറുക്കുന്ന മരുമകളായിപ്പോയി അവള്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മനസ്സ് തട്ടി സ്നേഹിക്കുന്ന, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന, ദൈവത്തെ പോലെ ഞാൻ കരുതുന്ന എൻ്റെ മരുമകളല്ല, എൻ്റെ മകളാണ്. അവളില്ലാത്ത ഒരു ജീവിതം ഇനി എനിക്കുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഇതെൻ്റെ അവസാന തീരുമാനം തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞല്ലോ. ഒരു നാണക്കേടും എനിക്കിനി അതിനില്ല. അതുകൊണ്ട് ആദർശിനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് നയനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം. ഇല്ലെങ്കിൽ ഞാൻ ഈ വീടിൻ്റെ പടിയിറങ്ങി പോകും. ഇനി എനിക്കൊരു ജീവിതം വേണ്ട. നയനമോളില്ലാത്ത ഈ വീട്ടിൽ ഞാൻ താമസിക്കാൻ അർഹതപ്പെട്ടവളല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം, ഇതെൻ്റെ അവസാന വാക്കാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും ദേവയാനി അങ്ങ് പോയി നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ വസന്തരെ, നിന്റെ കൊച്ചുമകനാണ് ഭയങ്കര വാശി തന്നെയാണ്. നിന്റെ കൊച്ചുമകൻ ഇപ്പോഴും പറയുന്നത് വിശ്വാസവഞ്ചന കാണിച്ചു നയന എന്നാണ്. ഇനിയിപ്പം അവരുടെ ഈ ഒരു ബന്ധത്തെ അത് തകർക്കാനല്ല, നമ്മൾ ഒന്നിപ്പിക്കാനല്ലേ നോക്കേണ്ടത്. ഇത് കേട്ടോണ്ടേ വസന്തരെ പറയുന്നുണ്ട്, ഇനിയിപ്പം ആദർശനോട് പറയണം അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ. എന്തിനാ വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ വെക്കുന്നത്? നയനമോളില്ലാതെ ഇവിടെ ദേവയാനി വല്ലാണ്ട് വീർപ്പ് മുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും, അതുപോലെ അദ്ദേഹമൊക്കെ വീർപ്പ് മുട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവൾ ഇങ്ങോട്ടേക്ക് എത്തണം. നമ്മുടെ നയനമോള് ഈ വീട്ടിൻ്റെ മഹാലക്ഷ്മി തന്നെ അവള് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഏതായാലും ഇതിനൊക്കെ മുമ്പായിട്ട് തന്നെ നമ്മുടെ ആദർശം എന്ത് ചെയ്യാണ്, നേരെ നന്ദാവനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നതും നമ്മുടെ ഗോവിന്ദനും കനകയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗോവിന്ദൻ നമ്മുടെ ആദർശ് വന്ന ഉടനെ തന്നെ മുറ്റത്ത് ഇരിപ്പുണ്ടായിരുന്നു, പത്രമൊക്കെ വായിച്ചുകൊണ്ട്. അങ്ങനെ ആദർശ് അകത്തേക്ക് കയറി വരുന്നു. ഗോവിന്ദൻ വലിയ രീതിയിലൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എങ്കിലും എന്താ മോനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്വരത്തിൽ ഗൗരവഭാവം കണ്ടപ്പോഴേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, എനിക്കറിയാം അങ്കിളിനും ആൻറ്റിക്കും ഒക്കെ എന്നോട് ദേഷ്യം തന്നെയാണെന്ന്. കാരണമുണ്ടല്ലോ, ഇപ്പം നയന ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കാൻ കാരണം ഞാൻ തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്നോ അത് എന്തിനാണെന്നോ ഒന്നും ഞാൻ അവളെ ബോധിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് എന്നോട് പറയാതെ ഇറങ്ങിപ്പോയവളെ എനിക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഇപ്പം ഞാനിവിടെ വന്നത് വേറൊന്നിനുമല്ല. ഞാനൊരു സത്യം അറിഞ്ഞു. ആ ഒരു സത്യം നിങ്ങളെല്ലാവരും അറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ഇത് കേട്ടതും പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദൻ, അത് പിന്നെ മോനെ എന്ത് സത്യമാണ്? അത് നയനെയും ഇവിടുത്തെ ആൻറ്റിയൊക്കെ വിളിക്കേ, ഞാൻ പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേന് നമ്മുടെ നയന വന്നു കേട്ടോ. നയന വന്നിട്ട് ആദർശേട്ടാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി വരും. അപ്പോഴത്തേക്ക് നമ്മുടെ കനകയും നയനോട് പറയുന്നുണ്ട്, മോളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വരവാ, മോൾ അവിടെ ഇല്ലാതെ അവന് പറ്റില്ലല്ലോ, എനിക്കറിയാം അതൊക്കെ നന്നായിട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ നയന വന്ന ഉടനെ ഒന്നും അത്രയ്ക്ക് തെളിഞ്ഞ മുഖമൊന്നും അല്ല ആദർശിൻ്റെ. ആദർശ് പറഞ്ഞു, ഞാൻ വന്നത് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള ആ ഒരു ഇതിനൊന്നും അല്ല. പിന്നെ ഞാനൊരു സത്യം അറിഞ്ഞു. അത് വേറൊന്നുമല്ല, അമ്മയെല്ലാം ഏറ്റു പറഞ്ഞു. നീയും അമ്മയും ഒന്നിച്ച കാര്യവും അമ്മ നിന്നെ സ്നേഹിക്കുന്ന കാര്യങ്ങളുമൊക്കെ എല്ലാം ഞാൻ അറിഞ്ഞു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വേറൊന്നുമല്ല. ഇപ്പോൾ വേണമെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാം. പക്ഷേ അത് ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നതൊന്നുമല്ല. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. എൻ്റെ അമ്മ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം. ഒരിടയ്ക്ക് എൻ്റെ അമ്മയും ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാലോ.
നീ ഈ വീട്ടിൽ വന്ന് നിന്നപ്പോൾ എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നിന്നെ എൻ്റെ അമ്മ കൂട്ടിക്കൊണ്ട് പോയതുപോലെ എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നിന്നെ ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാം. അല്ലാതെ വേറൊരു തരത്തിലുള്ള ബന്ധവും നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല. അത് വാക്ക് തരുകയാണെങ്കിൽ മാത്രം നിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന്. ഇത് കേട്ടത് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, ഓഹോ ആദർശ് മോനെ, എന്ത് വർത്താനം ആദർശ് മോനെ ഈ പറയുന്നത്? അങ്ങനെ ഒരു ബന്ധത്തിന് കൂട്ടിക്കൊണ്ട് പോകാൻ എൻ്റെ മകളെ ഇനി കിട്ടില്ല. എൻ്റെ മകളെ ഞാൻ ഇവിടുന്ന് തന്നു വിടില്ല. അങ്ങനെ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറേ മാസങ്ങൾ ആദർശ് അമ്മ തട്ടിക്കളിക്കുന്ന ഒരു പാവയായിരുന്നു എൻ്റെ ഈ നയനമോള്. ഇനി അത് തിരിച്ച് അവളുടെ ഭർത്താവ് തട്ടിക്കളിക്കുന്ന ഒരു പാവയായിട്ട് അനന്തപുരി തറവാട്ടിലേക്ക് ഞാൻ അവളെ പറഞ്ഞയക്കണം എന്നാണോ മോനി പറഞ്ഞു വരുന്നത്? അച്ഛൻ അങ്കിളിന് എന്തും തീരുമാനിക്കാം. അങ്കിളിൻ്റെ മോളെ വിടുകയോ വിടാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അപ്പോഴും നിങ്ങൾ ഓർക്കണം, ഒരാളവിടെ ഉണ്ട്, നയനയും കാത്ത് ഒരാളിരിപ്പുണ്ട്. അതുമാത്രം ഓർത്താൽ മതി. ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ നിനക്ക് തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ തോൽപ്പിച്ചോ നീ എല്ലാവരെയും. ഇത് കേട്ടത് നമ്മുടെ നയന വല്ലാത്തൊരു സംഘർഷാവസ്ഥയിലാണ്. അപ്പം നയന പറഞ്ഞു, അല്ല ആദർശേട്ടൻ്റെ മനസ്സിലുള്ള ദേഷ്യം, ആ ദേഷ്യം എന്താണെന്ന് എന്നോട് പറയാതെ ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തിനാ? അപ്പം എൻ്റെ മനസ്സിലുള്ള ദേഷ്യം നീ ചകഞ്ഞ് തപ്പി കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരുപാട് പാടുപെടും. ആ ദേഷ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ അമ്മയെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അമ്മയുടെ സ്നേഹം നീ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അനന്തപുരി തറവാട്ടിലേക്ക് നീ വന്നേ പറ്റുമെന്ന്. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ഗോവിന്ദനോട് പറയാണ്, അച്ഛാ ഞാൻ പോവുക. ആ അമ്മയെ ഒരിക്കലും എനിക്ക് കരയിപ്പിക്കാൻ കഴിയില്ല. കാരണം ആ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി തന്നെയാണ് എൻ്റെ അമ്മ ഇപ്പം ജീവിക്കുന്നത്. എൻ്റെ അമ്മായിയമ്മയായിട്ടല്ല, എൻ്റെ അമ്മയായിട്ടാണ് എന്നെ ഇപ്പം ആ അമ്മ നോക്കി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്ക് കഴിയില്ല ആ അമ്മയെ ധിക്കരിച്ച് നിൽക്കാനായിട്ട്. ഒരുപാട് സങ്കടപ്പെട്ട് കാണും, ഒരുപാട് കരഞ്ഞു കാണും. അതുകൊണ്ട് ഞാൻ പോവുക. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇനി അവിടെ ചെന്ന് പഴയതുപോലെയാണെങ്കിൽ അങ്ങനെ തന്നെ. എൻ്റെ അമ്മയുണ്ടല്ലോ എൻ്റെ കൂടെ, അതോർത്ത് എനിക്ക് സമാധാനിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ പോവുക എന്ന് ഗോവിന്ദനോട് പറഞ്ഞിട്ട് നമ്മുടെ ആദർശിൻ്റെ കൂടെ അവിടെ നിന്ന് പടിയിറങ്ങുകയാണ് കേട്ടോ. ഇതോടൊപ്പം തന്നെ നമ്മുടെ നവ്യയും പറയുന്നുണ്ട്, അല്ലെങ്കിൽ മോളെ നീ ഇവിടെ നിൽക്കുന്നതിൽ നല്ലത് പോകുന്നത് തന്നെയാണ്. കാരണം ആദർശേട്ടൻ്റെ ഈ പിണക്കവും വഴക്കും ഒക്കെ അത് തനി അങ്ങ് മാറിക്കോളും. അതിൻ്റെ കാരണം എന്തോ ഏതോ ആയിക്കോട്ടെ. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, നിന്നെ സ്നേഹിച്ച് നിന്റെ കൂടെ നിൽക്കുന്ന ഒരു അമ്മായിമ്മയില്ലേ നിനക്ക്? സ്വന്തം അമ്മ തന്നെയല്ലേ അത്? പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ആദർശേട്ടനെ അമ്മായി മാറ്റിയെടുത്തോളും. അതെനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ സപ്പോർട്ടും എൻ്റെ മോക്ക് ഉണ്ടാകും. പിന്നെ ദൈവത്തിൻ്റെ വേണ്ടോളം അനുഗ്രഹം ഉണ്ടല്ലോ നയന, അതുകൊണ്ട് നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് പോക്കോ എന്നും പറഞ്ഞ് നമ്മുടെ നവ്യയും നയനയ്ക്ക് സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് അനന്തപുരി തറവാട്ടിലേക്ക് നമ്മുടെ നയന തിരിച്ചു ചെല്ലുന്നത്. സന്തോഷിക്കാൻ ഇതിൽ പരം വേറെ ഉണ്ടോ നമ്മുടെ ദേവയാനിക്ക്? അയ്യോ, കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചല്ലേ അകത്തേക്ക് കയറ്റുന്നത്. പക്ഷേ ജാനകിയോ ജലജയോ നമ്മുടെ അനാമികയോ ഒന്നും ഈ വിവരം അറിഞ്ഞിട്ടില്ല. അവരുടെ മുമ്പിൽ ഇപ്പോഴും നാടകം തുടരാൻ തന്നെയാണ് നമ്മുടെ നയനയും ദേവയാനിയും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അജയൻ്റെയും ജയൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആദർശിൻ്റെയൊക്കെ മുമ്പിൽ ഇനി സ്നേഹനിധിയായ മരുമകളെയും അമ്മായിയമ്മയും കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ആദർശ് കാണാൻ വേണ്ടി പല തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ ദേവയാനിയും നയനിയും ഇറക്കും കേട്ടോ. ഏതായാലും ആദർശിൻ്റെ മനസ്സിൽ ദേഷ്യമുണ്ട്, അതൊക്കെ ശരിയാണ്. എങ്കിലും ആദർശിനറിയാം നയന പാവമാണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇതിനിടയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന നമ്മുടെ അനഘ എത്തുകയാണ് കേട്ടോ. അപ്പം അനന്തപുരി തറവാട്ടിലേക്ക് നമ്മുടെ ആരാ തിരിച്ചു വന്നത്? നയന തിരിച്ചു വന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ അനഘ അനന്തപുരി തറവാട്ടിലെത്താൻ പോവുകയാണ്. അനന്ത വരുന്നത് വലിയൊരു ബോംബായിട്ട് തന്നെയാണ്. ആ ബോംബ് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ പൊട്ടിത്തെറിച്ച് തീ പടരുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പം നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. നാളെ രാവിലെ കറക്റ്റ് ഒരു 7:30 നമ്മൾ ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം ഇതുപോലെ തന്നെ. അപ്പം അടുത്ത വിശേഷവുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ.